everyone, welcome to Berry and Coffee. Another day, another vlog. അപ്പോൾ എല്ലാവർക്കും Berry and Coffeeയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കുറച്ച് നാളായി അല്ലെങ്കിൽ കുറച്ചധികം നാളായി എന്തെങ്കിലും ഒരു ലോങ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട്. എൻ്റെ ട്രാവൽ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അധികം ആൾക്കാരൊന്നും കാണുന്നില്ല. ഞാൻ പോസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് പിന്നെ പോസ്റ്റ് ചെയ്യുമ്പോൾ കാണാത്തതാണോ എന്നറിയില്ല, അല്ലെങ്കിൽ എല്ലാവരും കണ്ട് മടുത്തിട്ടാണോ എന്നറിയില്ല. എനിവേയ്സ് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, കാണണം. പിന്നെ ഷോർട്സ് അധികം പേരും കാണുന്നുണ്ട്. പിന്നെ സമയക്കുറവുകൊണ്ടൊക്കെ തന്നെയാണ് ഷോർട്സിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും കൂടുതൽ ഡിലേ ഒന്നും ഇല്ലാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് നേരെ പോകാം. ഓസ്ട്രേലിയയിൽ നഴ്സായിട്ട് വർക്ക് ചെയ്ത് ഞാൻ ഊബർ ഈറ്റ്സ് ചെയ്യുന്നുണ്ട്, പിന്നെ ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേഷനിൽ വളരെ ആക്റ്റീവ് ആയിട്ടുണ്ട്, കൊളാബ്സ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ കാണുമ്പോൾ എന്നോട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റനാണ്, എന്താണ് കിട്ടുന്ന സാലറി തികയാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇതിനൊക്കെ സമയം കിട്ടാറുണ്ടോ, അല്ലെങ്കിൽ നീ നഴ്സായിട്ട് ജോലി ചെയ്യാറുണ്ടോ, അങ്ങനെ പല ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം ഓസ്ട്രേലിയയിലെ എൻ്റെ വർക്കിംഗ് കണ്ടീഷൻസിനെ പറ്റിയും കൈൻഡ് ഓഫ് സാലറി മുഴുവനായിട്ട് അല്ലെങ്കിലും സാലറിയെ പറ്റിയും കുറച്ചൊക്കെ ഡിസ്കസ് ചെയ്തേക്കാം എന്നോർത്തിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഞാൻ നഴ്സിംഗിലോട്ട് വന്നത്, അല്ലെങ്കിൽ ഞാൻ നഴ്സിംഗ് ചൂസ് ചെയ്ത് എനിക്ക് നഴ്സിംഗ് ഇഷ്ടമാണോ ആക്ച്വലി, അല്ലെങ്കിൽ ഇഷ്ടമായിരുന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇഷ്ടമാണോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ തന്നെങ്കിലേ എന്നെ പറ്റിയുള്ള നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഫുള്ളി മാറത്തുള്ളൂ. അത് ഈ വീഡിയോയിൽ പറയുന്നില്ല, അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ വരാം. എന്നെ പറ്റി കൂടുതൽ ഞാൻ എങ്ങനെയാണ് നഴ്സിംഗ് എടുത്തത്, അല്ലെങ്കിൽ നഴ്സിംഗിനകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, ബിക്കോസ് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വല്ലാതെ വിശ്വസിക്കുന്നു. ബിക്കോസ് എല്ലാവരും നഴ്സിങ്ങിന് പോകുമ്പോൾ എല്ലാവരുടെയും വിചാരം പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്ന ഒരു നഴ്സായിട്ട്, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന നഴ്സായിട്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിചാരം. ഇങ്ങനെയല്ല, മെഡിക്കൽ അല്ലെങ്കിൽ ഡോക്ടർ ആവാൻ പോകുന്ന പോലെ തന്നെ നമുക്ക് നഴ്സിങ്ങിനകത്തും ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. എന്ത് ടൈപ്പ് ഓഫ് നഴ്സ് ആവണം, അല്ലെങ്കിൽ വിദേശത്ത് പോയി കഴിഞ്ഞാൽ പല ടൈപ്പ് ഓഫ് നഴ്സസ് ഓപ്ഷൻസ് ഉണ്ട്. നഴ്സിങ്ങിൽ തന്നെ ഒരുപാട് നിങ്ങൾക്ക് എന്താ പറയുക ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചൂസ് ചെയ്യാനുണ്ട്. അപ്പം അതൊക്കെ അറിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു കുറേ അധികം ആളുകൾക്ക് നഴ്സിംഗ് ഇഷ്ടപ്പെടാൻ സാധിക്കും. ബിക്കോസ് അങ്ങനെയൊക്കെയാണ് ഞാനും കൂടുതൽ നഴ്സിംഗ് ഇഷ്ടപ്പെടുക, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എനിവേയ്സ് എൻ്റെ കുറച്ച് നാളായിട്ട് എനിക്ക് ഷെയർ ചെയ്യണം തോന്നിയൊരു കാര്യം, ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഞാൻ എന്തിനാണ് ഊബർ ഈറ്റ്സ് ചെയ്യുന്നത്, ഞാൻ എന്തിനാണ് മറ്റ് കൊളാബ്സ് ആൻഡ് ഇൻഫ്ലുവൻസർ ജോലി ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ചെറിയ ആൻസറും കൂടി പറയണമല്ലോ. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞേക്കാം. എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് എൻ്റെ സ്വഭാവം കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് ഊബർ ഈറ്റ്സും കാര്യങ്ങളും. കാരണം ഞാനിങ്ങനെ ബേസിക്കലി വെറുതെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള ഹോബീസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം എനിക്ക് വണ്ടി ഓടിച്ച് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇപ്പോൾ ഓസ്ട്രേലിയ വന്ന ശേഷം ഞാൻ ന്യൂസിലൻഡിലായിരുന്നല്ലോ, ന്യൂസിലൻഡിനേക്കാളും ഒരുപാട് വലിയ ലാൻഡ് ഏരിയ ഉള്ളൊരു സ്ഥലമാണല്ലോ ഓസ്ട്രേലിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒക്കെ കവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ ലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തോട്ട് നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം നമ്മുടെ PR കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ എടുത്തത് ഇവിടുത്തെ ABN എന്ന് പറയുന്നത്, അതായത് നഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ TFN എന്ന് പറയുന്ന ടാക്സ് കാറ്റഗറിയുടെ അണ്ടറിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ABN എന്ന് പറഞ്ഞാൽ സ്മോൾ ബിസിനസ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടാക്സ് കാറ്റഗറിയാണ്. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കണം. അപ്പം ഞാൻ ABN എടുത്ത ശേഷം എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഊബർ ഈറ്റ്സ് ഡെലിവറി ഗേളായി വർക്ക് ചെയ്യുന്നത്. അത് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ബേസിക്കലി ഇഷ്ടമാണ്, കാരണം നമ്മൾ ഈ താമസിക്കുന്ന ഏരിയ കാണാൻ നല്ല രസമാണ്. ഇതിൻ്റെ മുകളിലോട്ട് ബെൽഗ്രേവ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല റേഞ്ചസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഡ്രൈവ് ചെയ്ത് നടക്കാം. പിന്നെ ഈ ചുറ്റുപാടുമുള്ള കഫേസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ കാണാം. ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്നത്, ഏറ്റവും നല്ല ഫുഡ് അവിടെ കിട്ടുന്നതൊക്കെ കാണാം. അങ്ങനെയുള്ള എൻ്റെ കുറച്ച് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇതൊന്നും കൂടാതെ പറയുവാണെങ്കിൽ ABN വഴി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഡെഫിനറ്റ്ലി ചത്ത് കിടന്ന് ഊബർ ഈറ്റ്സ് ചെയ്യത്തില്ല. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് വന്ന സമയത്ത് അത് മാത്രം ചെയ്ത് നമ്മുടെ വീട് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് പുള്ളിക്ക് ഉണ്ടായിരുന്ന സ്ട്രെസ് എനിക്കിപ്പോൾ ഇല്ല. ഞാനിതെൻ്റെ എക്സ്ട്രാ ലിറ്റിൽ ബിറ്റ് ഓഫ് ഇൻകം ആണ്. അപ്പം എനിക്ക് പീസ്ഫുള്ളി ഇഷ്ടമുള്ളപ്പോൾ 2 മണിക്കൂറോ 4 മണിക്കൂറോ അല്ലെങ്കിൽ ഡേ ഓഫ്സ് ഒരുപാടുള്ളപ്പോൾ വെറുതെ ഇരിക്കുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ നല്ല വെതറൊക്കെ ആണെങ്കിൽ അങ്ങ് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് ഓടിച്ചങ്ങ് പോകും. അങ്ങനെയാണ്. അപ്പോൾ എനിക്കൊരു ദിവസത്തിൽ എനിക്കൊന്ന് മാക്സിമം ഞാനൊരു ദിവസം ഏൺ ചെയ്തിട്ടുള്ള $258 ഒരു ദിവസം ഊബർ ഈറ്റ്സ് ചെയ്തിട്ട്. അപ്പോൾ അതിന് പെട്രോളൊക്കെ പോകും, നമ്മുടെ സ്വന്തം വണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ഒട്ടും സ്ട്രെസ് എടുത്ത് ചെയ്ത കാര്യമല്ല, ജസ്റ്റ് ഫ്രീ ആയിട്ട് ചെയ്തൊരു ഇതാണ്. ചിലപ്പോൾ ഞാൻ 2 മണിക്കൂറിനൊക്കെ പോയിട്ട് ഒരു $50-60 കിട്ടും. ആൻഡ് ഈ $50-60 ഈ ചെറിയ ചില്ലറകളും കൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഇങ്ങനെ നടത്തും. അപ്പോൾ ഒരു ഗിൽറ്റ് ഫ്രീ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം. അങ്ങനെയുള്ള ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ കണ്ടെത്തിയേക്കുന്ന ഒരു ചെറിയ എൻ്റർടൈൻമെൻറ്റ് വിത്ത് ലിറ്റിൽ ബിറ്റ് ഓഫ് ഇൻകം ആണ് ഊബർ ഈറ്റ്സ്. അത്രേ ഉള്ളൂ. അപ്പം ഇത് ചെയ്യാൻ എനിക്ക് സമയമുണ്ടോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പം ഞാൻ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ന്യൂസിലൻഡ് വെച്ച് ചെയ്യുമ്പോഴും എന്നോട് ചോദിക്കുമായിരുന്നു, നിനക്ക് സമയം കിട്ടാറുണ്ടോ ആസ് എ നേഴ്സ് ഇതൊക്കെ ചെയ്യാൻ. ഒന്നാമത്തെ കാര്യം എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ളത്, ന്യൂസിലൻഡ് വെച്ച് ഞാൻ സിംഗിളായിരുന്നു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ന്യൂസിലൻഡിൽ എൻ്റെ വർക്കിൽ 5 days in a day ഞാൻ വർക്ക് ചെയ്യും. 8 hours ഷിഫ്റ്റിൽ 8 to 4:30 ഒക്കെ ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് യൂഷ്വലി 2 ദിവസം ഡേ ഓഫ് ഉണ്ട് ഒരു വീക്കിൽ.
ആൻഡ് അതെനിക്ക് ടു മച്ച് ആയിരുന്നു. പിന്നെ 4:30 കഴിഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞാൽ സമ്മറൊക്കെയാണ്, എനിക്ക് സ്റ്റിൽ സമയമുണ്ട് നടക്കാൻ പോകാനും എനിക്ക് എന്തൊക്കെ ചെയ്യാനും സമയമുണ്ടായിരുന്നു. പിന്നെ 2 days ഓഫ് വീക്കെൻഡും എനിക്ക് സമയമുണ്ടായിരുന്നു. ഞാൻ ചില സമയത്ത് വല്ലാതെ ബിസി ആയി പോകും. കാരണം ഒറ്റയ്ക്ക് ജീവിക്കുന്നതിന് അതിൻ്റെതായ സുഖവും ശാന്തിയും സന്തോഷവും ഒക്കെ ഉണ്ട് എങ്കിൽ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമ്മൾ തന്നെയല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ചിലപ്പോൾ സമയം തികയാതെയും വരാറൊക്കെ ഉണ്ട്. ആൻഡ് ഇപ്പം ഇവിടെ താമസിക്കുമ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ്. ഞങ്ങൾ രണ്ടും ഏകദേശം ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി പോകുന്ന 2 മനുഷ്യരായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരാൾ കൂടെ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് 2 പേർക്കും ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തു പറയാനുള്ള കാര്യം, ഫാമിലിയിൽ ഞങ്ങൾക്ക് കുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെയാണ് നിലവിൽ എനിക്ക് ഇത്രയും സമയം. ആൻഡ് ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ ഈ സമയം നല്ലപോലെ യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വെറുതെ ഇരുന്ന് മുരടിച്ച് കളയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു ഈ സമയം. പിന്നീട് ബിസി ആകുമ്പോൾ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ഓർക്കാതിരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നു. ആൻഡ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് സന്തോഷം തരുന്നു, ആൻഡ് ഇച്ചിരി കാശ് തരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ ഒരു ആൻസർ. അപ്പം ന്യൂസിലൻഡിൽ വെച്ചിട്ട് എനിക്ക് 2 ദിവസം ഡേ ഓഫ് ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഓസ്ട്രേലിയയിൽ വന്ന് ഞാൻ ഫുൾ ടൈം ആയിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ജോലി. ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരു നഴ്സ്. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഒരു ഷോർട്ട്സ് ഇട്ട് ഞാൻ നല്ലപോലെ ട്രോളുകൾ ഏറ്റുവാങ്ങി. ട്രോളല്ല, ബട്ട് നെഗറ്റീവ് കമൻസ് ഒക്കെ വന്ന് നല്ലപോലെ ഒന്ന് ഇതായെങ്കിലും ഞാനത് പറയുന്നത് നിർത്തത്തില്ല. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സാണ്. അപ്പോൾ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് യൂഷ്വലി സാറ്റർഡേസ് ആൻഡ് സൺഡേസ് മിക്ക ഹോസ്പിറ്റൽസും വർക്കിംഗ് ആയിരിക്കത്തില്ല. മിക്കയിടത്തും അത് അവിടെ ഓൺ കോൾസ് ആയിരിക്കും. ഞാൻ ഇവിടെ വന്നത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ടാണ്, ആദ്യം ഓസ്ട്രേലിയയിലോട്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഹോസ്പിറ്റലിൽ ശനിയാഴ്ച ഡ്യൂട്ടി ഉണ്ട്. സൺഡേസ് ആണ് ഓൺ കോൾസ് ഇടാറ്. ശനിയാഴ്ച ഓൺ കോൾസ് വരും. സാറ്റർഡേ ഷിഫ്റ്റ് ഉണ്ട് എങ്കിലും സാറ്റർഡേസ് ഒരുപാട് ഫുൾ തിയേറ്റേഴ്സ് റൺ ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഷിഫ്റ്റ് വരണം എന്നില്ല. ആൻഡ് ഇവിടെ 10 hours ആണ് ഒരു ദിവസത്തെ ഷിഫ്റ്റ്. യൂഷ്വലി 10 hours ആണ്. അപ്പം ഞാൻ വന്നത് ന്യൂസിലൻഡിൽ നിന്ന് ഞാൻ ഓസ്ട്രേലിയയിലോട്ട് വന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ടാന്ന് പറഞ്ഞു. ഹെൽത്ത് സ്കോപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ടാണ് ഞാൻ വന്നത്. നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഷിഫ്റ്റ് അല്ല ICUയിലും റിക്കവറിയിലും വാർഡിലും വർക്ക് ചെയ്യുന്നവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തു പറയുകയാണ്, എൻ്റെ ഷിഫ്റ്റ് ഡിഫറെൻ്റ് ആണ്. ഞാൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സ് ആയതുകൊണ്ട് എൻ്റെ ഷിഫ്റ്റിനകത്ത് നമുക്ക് 38 hours ഒരു വീക്കിൽ വർക്ക് ചെയ്താൽ മതി. ഒരു ഫോർട്ട്നൈറ്റിൽ 76 hours വർക്ക് ചെയ്താൽ മതി. ന്യൂസിലൻഡിൽ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരു നഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർട്ട്നൈറ്റിൽ 80 hours വർക്ക് ചെയ്യണമായിരുന്നു. വേറാസ് നമുക്ക് ന്യൂസിലൻഡിൽ ഫുൾ ടൈം ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സ് 76 hours വർക്ക് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോയിട്ടില്ലല്ലോ അല്ലേ? കണക്കിൽ ഞാൻ മോശമാണ്. 38 ഒരു വീക്കിൽ 38 കൂടുമ്പം 76 അല്ലേ? അപ്പം അത്രേ ഉള്ളൂ. അപ്പം ആക്ച്വലി കമ്പയർ ടു ന്യൂസിലൻഡ് എൻ്റെ ഫുൾ ടൈം അവിടത്തേക്കാൾ 2 മണിക്കൂർ കുറവാണ് ഇവിടെ. പക്ഷേ സാലറിയും കാര്യങ്ങളും നമുക്ക് ബാക്കിയെല്ലാം ഫേവറബിൾ ആണ്. ഇത് കൂടാതെ ഇൻ അഡീഷൻ നമുക്ക് എക്സ്ട്രാ ഷിഫ്റ്റ്സ് വരുമ്പോൾ പിക്ക് ചെയ്യാം, ഓൺ കോൾസ് പിക്ക് ചെയ്യാം. ഓൺ കോൾസ് ഡെഫിനറ്റ്ലി കിട്ടും. പിന്നെ എക്സ്ട്രാ ഷിഫ്റ്റ്സ് ആൻഡ് സ്റ്റാഫ് ഇഷ്ടമുണ്ടെങ്കിൽ ജോലി കൂടുതൽ ചെയ്യേണ്ടവർക്ക് കൂടുതൽ ചെയ്ത് കൂടുതൽ ഏൺ ചെയ്യാം. ഡെഫിനറ്റ്ലി നോ പ്രോബ്ലം. അപ്പം ഇതായിരുന്നു എൻ്റെ ഒരു വർക്കിംഗ്. അപ്പം ഈ പറഞ്ഞ ഒരു വീക്കിലെ 38 hours എന്ന് പറഞ്ഞാൽ 10 hours ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻ്റെ ഹോസ്പിറ്റലിലെ ഷിഫ്റ്റ് അനുസരിച്ച് 10 hours ഡേ ഷിഫ്റ്റ് വരും, 9 hours ഡേ ഷിഫ്റ്റ് വരും, 8 hours ഡേ ഷിഫ്റ്റ് വരും. അപ്പോൾ യൂഷ്വലി എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു ഒന്നെങ്കിൽ 3-10 ഒരു വീക്കിലെ 3-10 ഒരു 8 അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ 2-10 2-9. അപ്പം എങ്ങനെ കളിച്ചാലും 4 ദിവസത്തെ ഷിഫ്റ്റ് കഴിയും ഫുൾ ടൈം. ഓക്കെ, പിന്നെ ഒരാഴ്ചയിൽ നമുക്ക് 3 ദിവസം ഡേ ഓഫ് ഉണ്ട്. അപ്പം ആദ്യമൊക്കെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ വളരെ കംഫർട്ടിങ് ആയിരുന്നു. കാരണം ഞാൻ ഓൾറെഡി മൂവ് ചെയ്ത ക്ഷീണവും പുതിയതായിട്ട് വന്ന് സ്റ്റാർട്ട് ചെയ്ത ക്ഷീണമൊക്കെ മാറാൻ 3 ദിവസം ഞാൻ മടി പിടിച്ച് ഇരുന്നിരുന്ന് ഒരു വർഷത്തോളം ഓണസ്റ്റ്ലി ഞാൻ കൗച്ച് റോട്ടിങ് ആയിരുന്നു എൻ്റെ പരിപാടി. അതായത് കൗച്ച് പൊട്ടേറ്റോ എന്നൊന്നും അല്ല പറയേണ്ടത്, കൗച്ച് റോട്ടിങ്. എൻ്റെ വീട്ടിൽ ഞാൻ ഒന്നും ചെയ്യാതെ ഇരുന്ന് വളരെ ആക്റ്റീവ് ലൈഫ് ഉണ്ടായിരുന്നു. ഞാൻ വളരെ മടി പിടിച്ച ലൈഫിലോട്ട് പോയി വെറുതെ ഇരുന്ന് കുറേ ഫുഡെല്ലാം കഴിച്ച് വണ്ണം വെച്ച് എൻ്റെ ഫുൾ റുട്ടീൻസ് ഒക്കെ തെറ്റി ആകെപ്പാടെ പിന്നെ ഒരു കംഫർട്ട് ലൈഫ്. ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ കല്യാണം കഴിച്ചിട്ട് ആദ്യം കുറച്ച് നാൾ കല്യാണം കഴിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ എടുത്തു സമയം. ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഒരു കംഫർട്ട് ഉണ്ട്, നമുക്കൊരാളുണ്ട് കൂടെ. ആൻഡ് നല്ലപോലെ ഫുഡൊക്കെ കഴിച്ച് സുഖിച്ചങ്ങ് ഇരിക്കുമായിരുന്നു. ജോലിക്ക് പോകും, തിരിച്ചു വരും. അങ്ങനെ കുറച്ച് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ശരിയാവത്തില്ല. കാരണം എനിക്കിതൊരു മെസ്സേജ് ആയിട്ടോട് പറയാനായിട്ടാണ്. ബേസിക്കലി നഴ്സസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ ഇപ്പം ഞാൻ അഗെയിൻ എനിക്ക് ജഡ്ജ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പോയിന്റ് ചെയ്ത് പറയാൻ പറ്റില്ല. ബിക്കോസ് പിള്ളേരും ഒക്കെ ആയിക്കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് കൂടുതൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ നമ്മുടെ ഹെൽത്തും കൂടെ ഒരു സൈഡിൽ കൂടെ നോക്കണം. ഫിസിക്കലി നമ്മൾ കുറച്ച് ആക്റ്റീവ് ഒക്കെ ആയിരിക്കണം.
ജോലിയിൽ എത്ര ഓടി നടന്ന് അലച്ച് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മുടെ സ്വന്തം ഹെൽത്ത്, നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. അതാണ് എൻ്റെ ഒരു രീതി. ഞാൻ എല്ലാ 6 monthsലും ഡെഫിനറ്റ്ലി ആനുവൽ ലീവ് എടുത്ത് 10 ദിവസമെങ്കിലും വെറുതെ ഇരിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു വീക്കെങ്കിലും വെറുതെ ഇരിക്കാറുണ്ട്. വെറുതെ ഇരിക്കുക, എവിടെയെങ്കിലും പോവുക, എന്തെങ്കിലും ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അഗെയിൻ ഞാൻ പറയുവാണ്, എൻ്റെ ലൈഫ് വളരെ ലേറ്റ് ആയിട്ടാണ് എനിക്ക് നല്ല കാര്യങ്ങൾ സംഭവിച്ചു തുടങ്ങിയത്. ആൻഡ് ഇപ്പോഴും എൻ്റെ ലൈഫിൽ ഞാൻ എല്ലാവരുടെയും പോലെ മുമ്പേ നടന്നു പോകുന്ന ഒരാളല്ല. എനിക്ക് ചില കാര്യങ്ങൾ ഡിലേ ആയിട്ട് കിട്ടി തുടങ്ങിയത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയുള്ള ലൈഫ് എങ്ങനെ പോകണമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുന്ന രീതിയാണിത്. അപ്പം എൻ്റെ ആരോഗ്യം നോക്കണം, എന്നെ ഞാൻ തന്നെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ള ചില മോട്ടീവ്സൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. ഞാൻ സന്തോഷമായിട്ടിരുന്നാലല്ലേ ഉള്ളൂ എനിക്ക് എല്ലാവർക്കും സന്തോഷം കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് എൻ്റെ ആരോഗ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ നിന്നും ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കുന്ന എൻ്റെ ഒരു വേ ഓഫ് ലൈഫ് സ്റ്റൈലാണ് ഈ 3 ദിവസമുള്ള ഡേ ഓഫ് വെറുതെ ഇരുന്ന് കളയണ്ട. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ എക്സ്ട്രാ ഷിഫ്റ്റ് പിക്ക് ചെയ്തുകൂടെ ഹോസ്പിറ്റലിൽ? യെസ്, അതാണ് ഒരു വലിയ ക്വസ്റ്റ്യൻ. എക്സ്ട്രാ ഷിഫ്റ്റ് പിക്ക് ചെയ്യാം, ഓവർ ടൈംസ് ചെയ്യാം. അപ്പം ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ തിയേറ്ററിൽ വർക്ക് ചെയ്തുകൊണ്ട് ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഓർത്തോപെഡിക്സിലാണ് ഇവിടെ ന്യൂസിലാൻഡിലും ഇവിടെ ഓസ്ട്രേലിയയിലും വർക്ക് ചെയ്യുന്നത്. ബേസിക്കലി ഹെവി വർക്കാണ് എൻ്റെ. അപ്പോൾ എനിക്ക് എനർജി ഉണ്ടാവാറില്ല. അത് അഗെയിൻ എൻ്റെ പേഴ്സണൽ കാര്യം. എനിക്ക് അത്ര എനർജി ഉണ്ടാവാറില്ല. എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ ഇത് കഴിഞ്ഞ് ഓവർ ടൈമിൽ നിന്ന് പിറ്റേ ദിവസം ഉറങ്ങാതെയൊക്കെ വരുന്ന കാണാം. എനിക്ക് പറ്റാറില്ല. അത് എൻ്റെ കാര്യമാണ്. ഞാനത് അക്സെപ്റ്റ് ചെയ്ത് എനിക്കല്ലേ അറിയാൻ പറ്റും. അപ്പം ഞാനല്ലേ എന്നെ ഓടിച്ചുകൊണ്ട് പോകേണ്ട ആൾ. അതുകൊണ്ട് ഞാനത് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ അങ്ങനെ കൂടുതൽ സ്ട്രെയിൻ വർക്ക് ചെയ്യില്ല. പിന്നെ മറ്റൊരു കാര്യം, ഒരു പരിധിയെ കൂടുതൽ നമ്മൾ വർക്ക് ചെയ്ത് പരിധിയെ കൂടുതൽ സാലറി ഏൺ ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് എന്നൊരു വലിയ സംഭവമുണ്ട്. ടാക്സ് പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ടാക്സിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ചെയ്ത വീഡിയോ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ കുറേയൊക്കെ മനസ്സിലാവും. നമുക്ക് ടാക്സ് സ്ലാബ് ഉണ്ട്. ഒരു വർഷം നമ്മൾ ഏൺ ചെയ്യുന്ന ടാക്സ് സ്ലാബ് ഇത്ര എമൗണ്ടിന് മുകളിൽ പോയാൽ ഇത്ര ശതമാനം ടാക്സ് ആണ്. ഇത്ര മുകളിൽ പോയില്ലെങ്കിൽ നോർമലി ഇത്ര ശതമാനം. ഇതിന് മുകളിൽ പോയ ഒത്തിരി ടാക്സ് കൊടുക്കണം. അപ്പോൾ ഓവർ ടൈം ചെയ്ത് ജോലി ചെയ്ത് ആ മാസത്തെ കാര്യങ്ങൾ കഴിഞ്ഞു പോയെങ്കിൽ തന്നെ ഓസ്ട്രേലിയയിൽ വന്ന ശേഷമാണ് ടാക്സിൻ്റെ കാര്യത്തിൽ. ന്യൂസിലാൻഡിൽ നിന്ന് പറഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പം അവിടെ നമ്മുടെ IRDയിൽ അവർ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് റിട്ടേൺസ് ഇങ്ങോട്ടിടും. ചിലപ്പോൾ അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ അവർ അങ്ങോട്ട് കൊടുക്കണമെന്ന് പറയും, അത്രേ ഉള്ളൂ. ഓസ്ട്രേലിയയിൽ വന്ന ശേഷം നമ്മൾ ഇവിടെ June 30 ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത്. June 30 ശേഷം നമ്മൾ തന്നെ ഒരു ടാക്സ് ഏജൻറ്റിനെ കണ്ട് അപ്പോയിൻമെൻറ്റ് എടുത്ത് നമ്മുടെ ഫുൾ നമ്മുടെ ഏർണിങ്സ് എല്ലാം കൊണ്ട് കൊടുത്ത് അവർ നമുക്ക് വേണ്ടി വർക്കൗട്ട് ചെയ്ത് ആണ് ടാക്സ് നമ്മൾ അറിയുന്നത്. അപ്പം കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സ് സ്ലാബിന് മുകളിലോ അല്ലെങ്കിൽ ടാക്സ് കറക്റ്റ് അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും എനിക്ക് പിന്നീട് അങ്ങോട്ട് കൊടുക്കാനും കൂടെ വയ്യ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ മറ്റു കാര്യങ്ങൾ ചെയ്തിങ്ങനെ പോകുന്നത്. ആൻഡ് ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ചോയ്സസ് ആണ്. ഇതൊന്നും ആരും ഫോളോ ചെയ്യണമെന്നില്ല. ഇത് കൂടാണ്ട് ഞാൻ ശ്രദ്ധിക്കുന്ന കുറച്ച് കമ്മ്യൂണിറ്റി ഉണ്ട്. അവിടെ ഉള്ളവരും ചെയ്യുന്ന ഇതൊക്കെ തന്നെയാണ്. അതായത് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന സമയം കഴിഞ്ഞാൽ നമ്മളുടെ ഹെൽത്തൊക്കെ നോക്കാൻ താല്പര്യമുള്ള ഒരു ഫിറ്റ്നസ് ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. ഇപ്പം ഞാനാണെങ്കിൽ ഊബർ ഈറ്റ്സ് ചെയ്യാൻ പോയാൽ അതിനകത്തുനിന്ന് ഞാൻ കുറച്ച് കാശ് ഉണ്ടാക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ യൂട്യൂബിനകത്ത് നിൽക്കുമ്പോൾ ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് കാശ് ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ഞാനിപ്പോൾ ചെയ്യുന്നത് എനിക്കൊരു സന്തോഷം, എനിക്കൊരു പിഗി ബാങ്ക്, ചെറിയ പോക്കറ്റ് മണി പോലെ എടുക്കുന്നതാണ്. ആൻഡ് ഇനി എൻ്റെ ഫ്യൂച്ചറിൽ ഞാൻ ബിസി ആകുമല്ലോ, അപ്പോഴത്തേക്കിന് ഞാനൊന്ന് സേവ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഇതൊന്നും അല്ലാതെ നടക്കാൻ പോകുന്നവരും ഫിറ്റ്നസ് ഫ്രീക്സ് ആയിട്ടുള്ളവരും കുക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവരുണ്ട്, ഇല്ല വെറുതെ ഇരുന്ന് വീട് ക്ലീൻ ചെയ്ത് സന്തോഷിക്കുന്നവരുണ്ട്. അങ്ങനെ പലരും പല രീതിയിലാണ്. ഞാൻ ഇങ്ങനെയാണ്. ആൻഡ് ഇതിനെ ഞാൻ ഒരുപാട് ജഡ്ജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താ ഇങ്ങനെ കൂടുതൽ നഴ്സിങ്ങിൽ കൂടുതൽ വർക്ക് ചെയ്യാത്ത എന്താ, ആൻഡ് ഇത്ര മതി എനിക്ക്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അതാണ് എൻ്റെ ഒരു രീതി. ആൻഡ് എനിക്ക് ലൈഫ് ഇച്ചിരി എൻജോയ് ചെയ്യണം. ഞാൻ പണ്ട് നഴ്സിങ്ങിന് പോകുന്ന സമയത്ത് നഴ്സിംഗ് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ എനിക്ക് നഴ്സിംഗ് പോവുകയും വേണം. കാരണം ഞാൻ നഴ്സായിട്ട് കണ്ടിട്ടുള്ളത് എൻ്റെ ഒരു അമ്മച്ചിയുടെ അനിയത്തീനെയാണ്, തില്ലമാമ സേവിയറെങ്കിലും. ഹലോ, എൻ്റെ വീഡിയോസ് എപ്പോഴും കാണാറുള്ളതാണ്. ഹായ്. അപ്പോൾ അവർ ജർമ്മനിയിലായിരുന്നു. അങ്കിൾ ആക്ച്വലി ഡോക്ടറാണ്, ആൻറ്റി നേഴ്സായിരുന്നു അന്നത്തെ കാലത്ത്. എൻ്റെ അമ്മച്ചിയുടെ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ ആൻറ്റിയൊക്കെ ജർമ്മനിയിൽ നിന്ന് വരുമ്പോൾ എന്നെ രസമാണെന്നറിയോ, അവരുടെ ആ ഒരു ലൈഫൊക്കെ കണ്ടിട്ടാണ് എൻ്റെ അമ്മ എന്നോട് നേഴ്സാവാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ അമ്മയോട് ഞാൻ ആവാം എന്നൊക്കെ പറഞ്ഞു. ബട്ട് നഴ്സിങ്ങിനോട് അടുത്തെത്തിയപ്പോൾ എനിക്ക് ആകെപ്പാടെ നഴ്സിംഗ് വെറുപ്പായിപ്പോയി. അങ്ങനെ നേഴ്സാവാൻ ഇഷ്ടമല്ല, ഞാൻ നേഴ്സ് ആയതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഡെഫിനറ്റ്ലി വരും. നേഴ്സ് ആവാൻ ഇഷ്ടമല്ല ഞാനാണ് ഇപ്പം നേഴ്സായിട്ട് ഇങ്ങനെ നടന്ന് ജീവിതം എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുക, ഒത്തിരി നല്ല വശങ്ങളും ഉണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എനിവേയ്സ് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ വീഡിയോ തൽക്കാലം ഞാൻ നിർത്തുകയാണ്. അപ്പം ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്ന ഞാൻ എന്തിനാണ് ഊബർ ഈറ്റ്സ് ചെയ്യുന്നത്? എനിക്ക് സാലറി തികയാത്തത് കൊണ്ടാണോ? അല്ല. അയ്യോ, ഒരു കാര്യം കൂടെ പറയുകയാണ്. എൻ്റെ സാലറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സാലറി പറയത്തില്ല.
റീസെൻ്റ്ലി ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഇവിടുത്തെ പ്രൈവറ്റിലാണ് വർക്ക് ചെയ്തെങ്കിലും റീസെൻ്റ്ലി ഞാനിവിടെ പബ്ലിക്കിലും ജോലിക്ക് കയറി. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തെറ്റാണ്. ഞാനിവിടെ പ്രൈവറ്റിലും പബ്ലിക്കിലും ഒരാഴ്ച വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് ഓസ്ട്രേലിയയിൽ ഒരു വലിയ ഫേവറാണ്. ന്യൂസിലാൻഡിൽ പബ്ലിക് ഹോസ്പിറ്റൽസ് ആണ് ഏറ്റവും കൂടുതൽ. പ്രൈവറ്റ് ഞാൻ ഹാമിൽട്ടണിൽ നിന്നപ്പോൾ ഹാമിൽട്ടണിൽ ഒരു പ്രൈവറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അതിൽ കൂടുതൽ പ്രൈവറ്റിനെ കുറിച്ച് അവിടെ അറിയില്ല. ഡേ ക്ലിനിക്സ് ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, അല്ലാതെ എൻ്റെ അറിവിൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേങ്കിൽ ഓസ്ട്രേലിയയിൽ വന്ന ശേഷം നമ്മുടെ നാട്ടിലെ പോലെ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ കോട്ടയത്താണ്, ഇപ്പം നമുക്കൊരു സർജറി വരുവാണ്, അല്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണണം, നമുക്കറിയാലോ ഇന്ന ഹോസ്പിറ്റലിൽ ഇന്ന ഡോക്ടേഴ്സ് നല്ലതാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ. അല്ലെ ഇഷ്ടം പോലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ കോട്ടയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ എല്ലാത്തിനും ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു സ്ഥലം കാരിത്താസ് ഹോസ്പിറ്റൽ നമുക്കുണ്ട്. മെഡിക്കൽ സെൻ്റർ ആയിരുന്നു എൻ്റെയൊക്കെ എമർജൻസി പെട്ടെന്ന് എനിക്ക് കാഷ്വാലിറ്റി ആവശ്യങ്ങൾക്കെല്ലാം ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് കോട്ടയം മെഡിക്കൽ സെൻ്ററിലോട്ടാണ്. ഇതുകൂടാതെ ഭാരത് ഹോസ്പിറ്റലുണ്ട്. ഭാരതിലൊക്കെ കാർഡിയാക് വളരെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടുന്ന ഹോസ്പിറ്റലാണ്. ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഭാരത് ഹോസ്പിറ്റലിൽ വരുമായിരുന്നു. ആക്സിഡൻറ്റ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റിൽ പോകേണ്ടവർക്ക് മാതാ ഹോസ്പിറ്റലുണ്ട്. അങ്ങനെ നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ. പക്ഷെ ന്യൂസിലൻഡ് അങ്ങനെയല്ല, യൂഷ്വലി പബ്ലിക്കാണ്. പ്രൈവറ്റ് ഉണ്ടെങ്കിലും എനിക്ക് ആകെപ്പാടെ എൻ്റെ അറിവിൽ ഒരു പ്രൈവറ്റ് ഞാൻ കണ്ടിട്ടുള്ളൂ. എൻ്റെ അറിവുകേടായിരിക്കാം, പക്ഷെ ഞാൻ അത്രയും കുറവാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഓസ്ട്രേലിയ വന്ന ശേഷം നമുക്ക് വർക്ക് ചെയ്യാൻ അത്ര ഓപ്ഷൻസ് ഉണ്ട്, അതാണ് ഉദ്ദേശിച്ചത്. ഇനി ഇതൊന്നും കൂടാണ്ട് ഓസ്ട്രേലിയയിലെ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന എനിക്ക്, ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞത് ഞാനിപ്പോൾ റീസെൻ്റ്ലി പബ്ലിക്കിൽ കയറി. അപ്പം ഞാനിപ്പോൾ ഒരു വീക്കിൽ പബ്ലിക്കിലും പ്രൈവറ്റിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് പിന്നെ മിച്ചമുള്ള സമയം ഇപ്പം എനിക്ക് കുറയാൻ പോവുകയാണ് ഇനി ആക്ച്വലി. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ ഞാൻ ഊബർ ഈറ്റ്സ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ചുമ്മാ നിൽക്കുന്നു എന്നേ ഉള്ളൂ. ബിസി ആയതൊന്നും നടക്കില്ല, ജോലി മാത്രം ചെയ്ത് ഞാൻ വീട്ടിൽ തിരിച്ചു വരും. അപ്പോൾ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ജോലി ചെയ്യുന്നുണ്ട്. ഇതൊന്നും കൂടാതെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് നഴ്സിംഗ് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് അതർ ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് അത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മൾ ഒരിടത്ത് തന്നെ നിൽക്കണം എന്നില്ല. ആൻഡ് ഏജൻസി നഴ്സിംഗ് ഉണ്ട്. ഏജൻസി നഴ്സിംഗ് ഇവിടുത്തെ ഭയങ്കര അടിപൊളി പരിപാടിയാണ്. എപ്പോഴും ജോലി ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഇപ്പം റീസെൻ്റ്ലി കുറച്ച് ജോലി കുറവ് കാണുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒരു പീക്ക് ടൈമും ലോ ടൈമും ഒക്കെ ഉണ്ട് അല്ലേ. പിന്നെ ട്രാവൽ നഴ്സായിട്ട് വർക്ക് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഓസ്ട്രേലിയയിൽ. അപ്പം ഞാനൊരു 2013 ഓസ്ട്രേലിയ വീണ്ടും എൻ്റെ ഒരു സ്വപ്നമായിട്ട് പൊങ്ങി വന്നൊരു സമയത്ത് കേട്ടൊരു കാര്യമാണ്, ഏറ്റവും കൂടുതൽ സാലറി ഓസ്ട്രേലിയയിൽ ആണ് നഴ്സസിന് കിട്ടുന്നത് എന്നിങ്ങനെ കേട്ടു. അമേരിക്ക ഉണ്ട് അവിടെ, ഞാൻ കുറ്റം പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, ബട്ട് ഓസ്ട്രേലിയയിലാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഓസ്ട്രേലിയ എന്നൊരു സ്വപ്നം എനിക്ക് അന്നുണ്ടായത്. ആൻഡ് ഇപ്പം ഞാൻ കാണുന്ന ഓസ്ട്രേലിയൻ നഴ്സിംഗ് അത് തന്നെയാണ്. പക്ഷേ ഹൗവെവർ ഗെറ്റിംഗ് ഇൻ ടു ഓസ്ട്രേലിയൻ നഴ്സിംഗ് അല്ലെങ്കിൽ ഗെറ്റിംഗ് യുവർ ലൈസൻസ് ഹിയർ ചെറിയൊരു കാര്യമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ഹാർഡ് ഏൺഡ് ലൈസൻസ് ആണ് എൻ്റെ രജിസ്ട്രേഷനാണ്. ഞാൻ ന്യൂസിലൻഡിൽ പോയി എടുത്ത രജിസ്ട്രേഷൻ എനിക്ക് വളരെ വാല്യുബിളാണ്, ഭയങ്കര വാല്യുബിളാണ്. അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതും വളരെ വാല്യുബിളാണ്. അതുകൊണ്ട് ഒട്ടും ഈസി അല്ലാത്ത ഒരു 2 ലൈസൻസുകൾ, 2 രജിസ്ട്രേഷൻസ് എടുക്കാനായിട്ട് എനിക്ക് പറ്റി. അത് നഴ്സിംഗ് ഇഷ്ടമല്ലാഞ്ഞ് ഞാൻ ഇവിടെ വരെ വന്നു. ആൻഡ് ഇപ്പം എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്നു. അപ്പോൾ ഇതെല്ലാം സാധിച്ചത് ഞാൻ തട്ടിക്കളഞ്ഞ നഴ്സിംഗ് അന്ന് എടുത്തത് കൊണ്ട് തന്നെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടും കൂടെയാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഇനി ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും നഴ്സിംഗ് ഇഷ്ടമല്ലാഞ്ഞ് ഞാൻ എങ്ങനെ നഴ്സിംഗിന് പോയി എന്നുള്ള ഡീറ്റെയിൽസായിട്ട് ഞാൻ പുറകെ വരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ മറക്കണ്ട. ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എന്തെങ്കിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടോ ചോദിക്കാൻ മറക്കണ്ട. ഞാൻ വീഡിയോസ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നാൽ ഡെഫിനറ്റ്ലി ഞാൻ കൂടുതൽ ആൻസേഴ്സ് ചെയ്യാൻ എനിക്ക് തോന്നും. അപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ തൽക്കാലം ടാറ്റാ.